CS നടത്തിയ അഭിപ്രായ വോട്ടെടുപ്പ് മലബാർ കഴിഞ്ഞ് മധ്യകേരളം കഴിഞ്ഞ് തെക്കൻ കേരളത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എന്താണ് തെക്കൻ കേരളത്തിൻ്റെ ചലനങ്ങൾ? തെക്കൻ കേരളത്തെ എങ്ങനെയാണ് ഞങ്ങൾ കാണുന്നത്? തെക്കൻ കേരളം, ഡോക്ടർ ഐസക്, തെക്കൻ കേരളം ആലപ്പുഴ എന്ന് പറയുമ്പോൾ ഐസക്കിന് മുഖം ഒന്ന് വിജൃംഭിതനായി. അതെ, ആലപ്പുഴ, അദ്ദേഹത്തിന് തട്ടകം, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം, 4 സുപ്രധാന ജില്ലകളെ അധികരിച്ചാണ് ഈ ഭൂപ്രദേശം. കൊല്ലം പറഞ്ഞപ്പോൾ ശൂരനാടിൻ്റെയും അതെ, തിരുവനന്തപുരം പറയുമ്പോൾ കുമാറിൻ്റെ. എന്തായാലും നിങ്ങൾ 3 പേർക്കും വ്യക്തിപരമായിട്ട് ഒരുപാട് താതാത്മ്യം പ്രാപിക്കാൻ കഴിയുന്ന ഒരു മേഖലയാണ്. 2011 എങ്ങനെയായിരുന്നു ഈ ഭൂമിക വിധി എഴുതിയത്? ആകെ സീറ്റ് 39, LDF 25, UDF 14. LDF വ്യക്തമായിട്ടുള്ള ഒരു മേൽക്കോയ്മ സ്ഥാപിച്ച ഒരു തിരഞ്ഞെടുപ്പായിരുന്നു 2011. ഒരുപക്ഷെ 68-72 വരാൻ വേണ്ടിയിട്ട് LDFനെ സഹായിച്ച ഏറ്റവും പ്രധാന, മലബാർ കഴിഞ്ഞാൽ സഹായിച്ച മേഖലയായിരുന്നു ഫറഹന. അതെ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. അപ്പം LDFന്റെ മുമ്പിൽ ഈ ഒരു സീറ്റ് ബാങ്ക് പരിപോഷിപ്പിച്ച് നിലനിർത്തുക എന്നുള്ളത് വളരെ അത്യന്താപേക്ഷിതമാണ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം. പക്ഷെ ഈ മേഖലയിലാണ് ഒരുപക്ഷെ വിലക്കയറ്റം പോലുള്ള ഘടകങ്ങൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് നമുക്ക് മനസ്സിലാക്കാം. വേണമെങ്കിൽ നോക്കാം. വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിൽ മികവ് ആർക്ക്? ഇതൊരു പ്രധാനപ്പെട്ട ശൂരനാട്, താങ്കളിത് നിസ്സാരമായി കരുതരുത്. ഇത് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും വ്യക്തമായതാണ്. മികവാർക്ക് LDF 43.9%, UDF 29.9%, BJP അത് ട്രഡീഷണൽ വോട്ട് ബാങ്ക്, പ്രതികരിക്കാത്തവർ 18. ഡോക്ടർ ഐസക്, ഈ ഒരു ഫിഗർ താങ്കൾക്ക് ഒരുപാട് പ്രതീക്ഷകൾ നൽകുന്നുണ്ട്. നിശ്ചയമായിട്ടും സ്ത്രീ വോട്ടർമാരെ പ്രത്യേകിച്ച് സ്വാധീനിക്കുന്ന ഘടകം വിലക്കയറ്റമാണ്. വിലക്കയറ്റത്തിന് കാരണം കേന്ദ്ര സർക്കാരൊക്കെ ഉണ്ടാവുമെങ്കിലും വിലക്കയറ്റത്തെ പ്രതിരോധിക്കുന്നതിന് ഉള്ള പൊതുവിതരണ സംവിധാനത്തിൽ പ്രത്യേകിച്ച് കൺസ്യൂമർ ഫെഡ് ഇല്ല. മാവേലി സ്റ്റോറിൽ ഏതാണ്ട് എല്ലാ വർഷവും വില കൂട്ടിയിട്ടുണ്ട്. LDFൻ്റെ കാലത്ത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ആദ്യത്തെ വർഷം പ്രാവശ്യം കൂട്ടി, പിന്നെ 4 വർഷം വില വർദ്ധിച്ചിട്ടേ ഇല്ല. ആ കുറവും കൂടി നികത്തി വർദ്ധിപ്പിച്ചിരിക്കുക. വില നേരെ ഇരട്ടിയിലേറെയായിട്ടുണ്ട് അവിടെ വിൽക്കുന്നതിൻ്റെ. അപ്പോൾ അത് വളരെയധികം ജനങ്ങൾക്ക് അതൃപ്തി ഉണ്ടാക്കുന്നൊരു കാര്യം. അതിൻ്റെ പെർസെപ്ഷൻ വരുന്നുണ്ട്, ഒരു പെർസെപ്ഷൻ. അല്ല, ഞാനത് ശ്രദ്ധാപൂർവ്വം നോക്കായിരുന്നു. ഈ ഗവൺമെൻറ്റാണ് 1 രൂപയ്ക്ക് കേരളത്തിൽ 60 ലക്ഷം കുടുംബങ്ങൾക്ക് അരി കൊടുത്തത്. ഈ ഗവൺമെൻറ്റാണ് വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിൽ വലിയൊരു പങ്ക് അതിന് വഹിച്ചതാണ്. കൺസ്യൂമർ ഫെഡിൻ്റെ പ്രവർത്തനത്തിൽ കുറവുണ്ടെങ്കിലും മാവേലി സ്റ്റോറുകൾക്കും കൺസ്യൂമർ ഫെഡിനും കഴിഞ്ഞ ഗവൺമെൻറ് കൊടുത്തതിനേക്കാൾ ഇരട്ടി സബ്സിഡി കൊടുക്കാൻ ഈ ഗവൺമെന്റ് കഴിഞ്ഞു. പക്ഷേ കൺസ്യൂമർ ഫെഡ് ഇങ്ങനെയുള്ള ഏജൻസികളൊക്കെ എന്തൊരു വിവാദത്തിന്റെ പിടിയിലാണ്. പക്ഷേ കൺസ്യൂമർ ഫെഡിനെ തകർത്തത് ഈ സർക്കാരാണ്. കാരണം അറിയോ, കൺസ്യൂമർ ഫെഡ് ഈ ജി സുധാകരന്റെ കൂടെ പ്രവർത്തിച്ച ആ കൺസ്യൂമർ ഫെഡിനെ തകർത്തത് ഈ സർക്കാരല്ലേ? കാരണം ജി സുധാകരൻ അഴിമതിക്കാരനല്ലോ. ആ നന്നായി നടത്തിയ കൺസ്യൂമർ ഫെഡിനെ തകർത്തത് ഈ സർക്കാരാണെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഈ സൂര്യനാടിന്റെ പാർട്ടി തന്നെ പ്രശ്നമായില്ലേ? അതെ, പാർട്ടിയാണ്. സൂര്യനാടിന്റെ പക്ഷത്തേക്ക് വന്ന അനിലൊക്കെ അതിന് മുകളിൽ വലിയ വികാരം. ഞാൻ ആ വശത്തോട്ടല്ല അഡ്മിനിസ്ട്രേഷൻ സെക്ഷനിലേക്കാണ്. പക്ഷെ കൺസ്യൂമർ ഫെഡ് വഴിയാണ് ഏറ്റവും കൂടുതൽ സബ്സിഡി ഗവൺമെന്റ് കൊടുക്കുന്നത്. പൊതുവിതരണ ശൃംഖല ഏറ്റവും ശക്തമായ ഈ ഗവൺമെന്റ്. ആരുടെയൊക്കെ പോക്കറ്റിലേക്കാണ് പോയത്? ജനങ്ങളുടെ പോക്കറ്റിലേക്കാണ് പോയെന്ന് പറഞ്ഞത് സൂര്യനാടിന്റെ പാർട്ടിക്കാർ തന്നെ, അനിൽകുമാർ ഉൾപ്പെടെയുള്ള ആൾക്കാരാണ് പറഞ്ഞത്. അത് ശരിയായ ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ഭരണകാലത്താണ് മാർക്കറ്റിലെ ഇടപെടൽ ഫലപ്രദമായി നടത്തിയതും അതിനെ സഹകരണ പ്രസ്ഥാനത്തിനെ ഉപയോഗിച്ചതും ജി സുധാകരൻ മന്ത്രിയായിരുന്നുള്ള കാലത്താണ്. LDFന്റെ ഗവൺമെന്റ്. അതിലൊരു സംശയമില്ല കേട്ടോ. ആ ഇടപെടൽ അതേപോലെ തുടരാൻ UDF സർക്കാരിന് സാധിച്ചില്ലെന്ന് മാത്രമല്ല, ആ രംഗത്ത് ഭീമമായ അഴിമതിയും അഴിഞ്ഞാടി. അതുകൊണ്ട് മാവേലി സ്റ്റോറിൽ പല സാധനങ്ങളും ഇല്ല. ഉള്ള സാധനങ്ങൾക്ക് നേരത്തെ പൊതുവിതരണത്തിലുള്ളതിനേക്കാൾ, ഓപ്പൺ മാർക്കറ്റിലുള്ളതിനേക്കാൾ അല്ലെങ്കിൽ അതോടൊപ്പം നിൽക്കുന്ന വില വർധനമാണ്. ഇതാണ്
ഈ വില വർധനവിൽ ജനങ്ങൾ അനുഭവിക്കുന്നത്. എനിക്ക് തോന്നുന്നു ചൂരനാടൻ ഉൾക്കൊണ്ടൊരു കാര്യമാണ്. എന്ന് വെച്ചാൽ അതിനകത്തൊരു മിസ്മാനേജ്മെന്റ് സംഭവിച്ചു അല്ലേ? മാനേജ്മെന്റ് ഞാൻ പറയുന്നില്ലെങ്കിലും പക്ഷേ ഒരു strategical- വേണ്ടത്ര രീതിയിൽ അത് പ്രചരണം കൊടുക്കുവാൻ ഈ ഗവൺമെന്റിന് താഴോട്ടുള്ള മെഷീനറി കഴിഞ്ഞിട്ടില്ല. ചൂരനാട് ഗവൺമെന്റ് ഒരുപാട് സബ്സിഡി ഡോക്ടർ ഐസക് ഇത് കൂടുതൽ പറയാൻ ശൂരനാട് പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇതിന്റെ അദ്ദേഹത്തിന് പറയാവുന്നതിന്റെ പരമാവധി ഡോക്ടർ ലാൽ ശൂരനാടിനെ പോലുള്ളൊരു സൗമ്യ ഭാഷ പറയാവുന്നതിന്റെ പരമാവധി പറഞ്ഞു. അതായത് വേണ്ടത്ര ശരിയായിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിനകത്തെല്ലാം ഉണ്ട്. തീർച്ചയായിട്ടും ഡോക്ടർ ശൂരനാട് KPCC വക്താക്കളിൽ നിന്ന് വളരെ വ്യത്യസ്തനാകുന്നത് എല്ലാ ചർച്ചയ്ക്കും അദ്ദേഹം പങ്കെടുക്കില്ല. കാരണം അദ്ദേഹത്തിന് പങ്കെടുക്കാൻ പറയാൻ പറ്റാവുന്ന ഭാഷയിലുള്ള ഉത്തരങ്ങളല്ല ആ ചർച്ചകൾക്ക് വേണ്ടി വരുന്നത് ഈ അടുത്ത കാലങ്ങളിലായി. പക്ഷെ അദ്ദേഹം പങ്കെടുക്കുന്ന സ്ഥലത്ത് പറയുന്ന കാര്യങ്ങൾക്ക് നമ്മൾ വേണ്ട പ്രാധാന്യം കൊടുക്കുകയും വേണം. ശൂരനാട് ഒരു അപകടം. ഈ ലാൽ ആരെങ്കിലും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കെല്ലാം കഷ്ടകാലമുണ്ട്. ഇപ്പൊ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ ജോൺ ബ്രിട്ടാസ്. അല്ല ശൂരനാട് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതിനെ കൊണ്ട് ശൂരനാടിന് പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ ശൂരനാട് ഞാൻ പങ്കെടുക്കുന്ന പക്ഷെ ചർച്ചയിൽ വരും. ലാല് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ആളായെന്നറിയോ, ലാല് ഡോക്ടറേറ്റ് എടുത്ത പോലെ തന്നെയാണ് ഞാൻ ഡോക്ടറേറ്റ് എടുത്തത്. ഞാൻ എടുത്തത് കൾച്ചറൽ ഹിസ്റ്ററിയിലാണ്. അത് കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രം എങ്ങനെ എമർജ് ചെയ്തു അത് ഞാൻ ഞങ്ങൾ സംസാരിച്ചതാണ്. ലാലിനെ കുറിച്ച് വാക്ക് പറയാം. ഇവിടെ പിന്നെ കുമാരൻ നിങ്ങൾ ഒന്ന് രണ്ട് പേരെ ഡോക്ടർ ഇല്ലാത്ത ആളുള്ളൂ, ബാക്കിയെല്ലാം ഡോക്ടറാണ്. അല്ല, ഈ കൈരളിയിൽ ലാല് നടത്തുമ്പോൾ വരുമ്പോ എന്താ അറിയോ, ആ റേഞ്ചിൽ വെച്ച് നമുക്ക് സംസാരിക്കാം. ഡോക്ടറേറ്റ് റേഞ്ചിലാണ്. അല്ല അല്ല ബ്രിട്ടാസിനെ വേറെ ഞാൻ താരതമ്യപ്പെടുത്തുകയല്ല, അതൊരാവശ്യമാണ്. അല്ലാത്ത ഭാഷയിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. എനിവേ എന്തായാൽ പോലും ഈ ഒരു ഇൻഡിക്കേറ്റർ താങ്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. UDFന്റെ തെരഞ്ഞെടുപ്പ് സാധ്യതകൾക്ക് മങ്ങലേൽക്കുന്നതാണ്. മാത്രമല്ല കുമാർ അങ്ങനെയൊന്നും വഴിവിട്ട് LDFന് വേണ്ടി പറയുന്ന ആളല്ല. പക്ഷെ ഇന്ന് സഹി കെട്ടിട്ട് പറഞ്ഞു LDFന്റെ കീഴിൽ സർവേയിൽ അങ്ങനെ കണ്ടാൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഈ സർവേകളുടെ ചരിത്രത്തിൽ ഇത്രയും കാലമായി വിലക്കയറ്റം എന്നുള്ള കാര്യത്തിൽ അത് എത്ര യാഥാർത്ഥ്യമുള്ളതാണെങ്കിലും അല്ലെങ്കിൽ തന്നെയും അതിനോട് എങ്ങനെ ജനങ്ങൾ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് ഭരണവിരുദ്ധ തരംഗത്തിൻ്റെ അടുത്തേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുന്നത്. എപ്പോഴും അതാണ്. രണ്ടാമത് അഴിമതി വിലക്കയറ്റം, ഇത് രണ്ടുമാണ് എപ്പോഴും ഭരണത്തെ നിശ്ചയിക്കുന്ന. അജിത് യോജിക്കുന്നുണ്ടോ? ഇത് രണ്ടും മാത്രമാണ്. കാരണം അതിനു മുമ്പുള്ള ജനനേട്ടങ്ങളും ജനകീയ പ്രക്ഷോഭങ്ങളും റോഡ് ഒന്നും കാര്യമില്ല. റോഡും വിമാനത്താവളവും ഒന്നും രക്ഷപ്പെടുത്തില്ല. ഇതിനകത്ത് സരിത, ബിജു രമേശ് ഈ രണ്ടും വിലക്കയറ്റവും കൂടെ ചേരുന്നതാണ്. ഈ രണ്ട് കാര്യം വിലക്കയറ്റം കൂടെ. ഡോക്ടർ ഐസക്, ഒരുപാട് സാമ്പത്തിക ഘടകങ്ങളുണ്ട്. വരുമാനം എത്ര വിധത്തിൽ വളരുന്നു, അല്ലെങ്കിൽ കാർഷിക ഉൽപ്പാദനം എത്ര, തൊഴിലെത്ര സൃഷ്ടിക്കപ്പെടുന്നു, ഇതൊന്നും ജനങ്ങളെ നേരിട്ട് പെട്ടെന്ന് അനുഭവവേദ്യമാവുന്നതല്ല. അവരെ നേരിട്ട് പെട്ടെന്ന് അനുഭവവേദ്യമാവുന്ന വിലകൾ വർദ്ധിക്കുന്നു. അത് ശൂരനാട് അതായത് ഈ കുടുംബ ബജറ്റ് താളം തെറ്റിക്കഴിഞ്ഞാൽ കുടുംബത്തിനുണ്ടാകുന്ന ഒരു അസ്വസ്ഥത. ഒരു കാര്യമാണ്, ഒരു കഴിഞ്ഞതിൻ്റെ അങ്ങേത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ മദനിയെ പിണറായി വിജയൻ എടുത്തു കയറ്റുന്ന ഒരു ചിത്രം വന്നല്ലോ. ആ ചിത്രം മാത്രമാണ് ഇലക്ഷനിൽ ഒരു ഇമേജസ്. അതായത് തെരഞ്ഞെടുപ്പിൽ ഇമേജസ് പ്രസക്തമാണ്, പക്ഷേ മൂലമായ വിഷയങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയുള്ള വിഷയങ്ങളാണെന്നാണ് അജിത്ത് പറയാൻ ശ്രമിക്കുന്നത്. അതായത് ഈ മേഖലയിലേക്ക് വരുമ്പോൾ ശൂരനാടിന് വേണ്ടപ്പെട്ട ഒരു ഫാക്ടർ കൂടി നമ്മൾ ചർച്ച ചെയ്തു പോവാണ്. ബാലകൃഷ്ണപിള്ള എങ്ങനെയായിരുന്നു ബിബീഷ് ആ ഒരു വിഷയത്തെ നിങ്ങൾ കൈകാര്യം ചെയ്തു? അതൊക്കെ വേസ്റ്റ്. തീർച്ചയായിട്ടും യു ഡി എഫിലുണ്ടായിരുന്ന PC ജോർജിന്റെ കാര്യം ചോദിച്ചപ്പോൾ തന്നെ ബാലകൃഷ്ണപിള്ളയുടെ വരവും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പോക്ക് LDFന് അനുകൂലമായാണോ അതോ UDFന് അനുകൂലമായാണോ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാൻ പോകുന്നത് എന്നാണ് ചോദിച്ചത്. ബാലകൃഷ്ണപിള്ള ഫാക്ടർ അതൊരു 2-3 മണ്ഡലങ്ങളിൽ ഒരു പക്ഷേ സ്വാധീനം ചെലുത്താൻ പറ്റും. ഒരു ബാധ്യതയാണ് LDFന്, ഒരു സംശയം വേണ്ട. LDFന് ബാധ്യതയാണ്. അല്ല, ഞാൻ ഇതിലേക്കൊന്ന് പോയിട്ട് വന്നാൽ മതിയോ? ഓക്കെ, റൈറ്റ്. ശൂരനാട് LDFന് അനുകൂലം 27.1, UDFന് അനുകൂലം 14.1. ഇതാണോ അജിത്ത് പറയാൻ ശ്രമിച്ചത്? അതെ, ആണ്. ഇരു മുന്നണികൾക്കും ഗുണകരമല്ല 25.1. കൂട്ടണം. പ്രതികരിക്കാത്തവർ അതും വലിയ അല്ല, അതിനകത്ത് 25-32 അവസാനത്തെ 2 കാറ്റഗറി. ഇത് നേരത്തെ നമ്മൾ PC ജോർജിന്റെ കാര്യം പറഞ്ഞതുപോലെ ബാലകൃഷ്ണപിള്ളയും കേരളം മുഴുവനുള്ള ഒരു പ്രതിഭാസമല്ല. ഇതൊരു മേഖലയിൽ മാത്രമുള്ള കൊല്ലം ബാലകൃഷ്ണപിള്ളയുടെ സ്വാധീനം ഒരു പരിമിത വൃത്തത്തിനുള്ളിലാണ്. 10 കൊല്ലം മേഖലയിലാണ്. അതുകൊണ്ട് ബാക്കിയുള്ള സ്ഥലത്ത് വ്യക്തമായി. അതായത് ഈ പ്രതികരിക്കാത്തവരുടെ കാരണം എന്ന് വെച്ചാൽ അവർക്ക്
അവർ മലബാറിലുള്ള ആൾക്കാരായിരിക്കാം, വേണേൽ സെൻട്രൽ ട്രാവൽ, അവർക്കത് അറിയില്ലാത്തതുകൊണ്ടായിരിക്കാം. അതുകൊണ്ട് അവർ പ്രതികരിച്ചില്ല. അവർ നിഷ്കളങ്കരായതുകൊണ്ട് അവർ പ്രതികരിച്ചില്ല. അതിനെ നമ്മൾ എതിരായിട്ടോ അനുകൂലമായിട്ട് എടുക്കേണ്ട കാര്യമില്ല. പക്ഷേ ഡോക്ടർ ഐസക്, ഇതൊരു ഈ ഇൻഡിക്കേറ്ററൊക്കെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? മിക്സ്ഡ് ആണ്. കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ അതിനെ പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നതല്ല, ഉൾക്കൊള്ളുന്നതല്ല. പക്ഷെ അംഗീകരിക്കുന്നവരുമുണ്ട്, ഇത് ഗുണം ചെയ്യുന്നുള്ളതുണ്ട്. ആ പരിമിതമായ പ്രദേശത്തിനുള്ളിൽ നിശ്ചയമായിട്ടും LDFന് ഗുണം ചെയ്യുന്ന ഒന്നാണ്. എനിക്കങ്ങനെ തോന്നുന്നില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഒരു ചെറിയ ഇദ്ദേഹത്തെ സഖാ VS അച്യുതാനന്ദൻ നേരത്തെ കുമാർ പറഞ്ഞതുപോലെ വളരെ പാടുപെട്ടാണ് ജയിലിനകത്ത് കൊണ്ടിട്ടത്. കേരളത്തിലെ ഇന്ത്യയിലെ ആദ്യത്തെ ഒരു സംഭവമാണ്. വാസ്തവത്തിൽ ഇത്രയും അനുഭവ സമ്പത്തുള്ള 24-ാമത്തെ വയസ്സിൽ MLA ആകാൻ ഭാഗ്യം ലഭിച്ച, ആയിക്കോട്ടെ, എന്തായാലും ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ MLA ആയ, ഏറ്റവും കൂടുതൽ മന്ത്രിയായ, ഏറ്റവും ശക്തന, പറഞ്ഞോട്ടെ, അങ്ങനെ ഒരാളെ ജയിലിൽ കയറ്റിയിട്ടപ്പോ ഞങ്ങളൊക്കെ ഉദ്ദേശിച്ചത് ഇദ്ദേഹത്തിന് വലിയ സിമ്പതി ഉണ്ടാവും. കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹത്തിന്റെ സ്വന്തം സ്ഥാനാർത്ഥിയെ നമ്മൾ കൊട്ടാരക്കര മത്സരിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു ഇത്ര മൃഗീയമായിട്ടാ തോറ്റത്. ബാലകൃഷ്ണ സാറിനെ ഞങ്ങൾ അവിടെ കൊണ്ടിരുത്തി സംസാരിച്ചു. എന്താ താങ്കൾ പറഞ്ഞു വരുന്നതിന്റെ അവസാനം? അപ്പൊ നേരത്തെ ഇവിടെ പറഞ്ഞില്ലേ, അദ്ദേഹത്തിന് അദ്ദേഹം ഉണ്ടായിരുന്നതിൽ പോയതിൽ UDFന് കോട്ടം വരുമെന്ന് പറഞ്ഞതിന്റെ മറുപടിയാണ് ഞാൻ പറഞ്ഞത്. കോട്ടം വരില്ല. ഒരു കാരണവശാലും ജനങ്ങൾക്ക് അതോടൊത്ത് സിമ്പതിയില്ല. ബാലകൃഷ്ണപിള്ളക്കെതിരെ ആര് നിന്നാലും ബാലകൃഷ്ണപിള്ളയുടെ ചട്ടങ്ങളെ കൊണ്ട് നിർത്തിയാൽ കോട്ടാകരക്കാർ സമ്മതിക്കത്തില്ല. അതെങ്ങനെ പറ്റിയെന്ന് അറിഞ്ഞൂടാ. നേരത്തെ പറഞ്ഞില്ലേ, ഞങ്ങൾ ഒരു കാലത്തും ബാലകൃഷ്ണപിള്ളക്കെതിരെ ഉന്നയിച്ച താരം തെറ്റാണെന്നോ അല്ലെങ്കിൽ കേസ് നടത്തിയ ശരിയല്ലെന്നോ എന്നുള്ള നിലപാട് സ്വീകരിച്ചിട്ടില്ല. അദ്ദേഹം തെറ്റ് ചെയ്തു, ഞങ്ങൾ തുറന്നു കാണിച്ചു, അദ്ദേഹത്തിന് ശിക്ഷ മേടിച്ചു കൊടുത്തു. ഇത് പുതിയ അധ്യായമാണ്. മനുഷ്യരൊക്കെ തെറ്റ് ചെയ്ത് പറഞ്ഞിട്ട് പിന്നീട് എല്ലാ കാലത്തേക്കും കൊണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല. കെ മാണിയായിട്ടാ എന്ന് പറഞ്ഞിരിക്കുന്ന നിങ്ങൾ ഇപ്പൊ അദ്ദേഹത്തിന് ശിക്ഷമില്ലായിട്ടില്ല. നേരത്തെ പറഞ്ഞല്ലോ, വെള്ളാപ്പള്ളി പറഞ്ഞ അവസരവാദ രാഷ്ട്രീയം വെള്ളാപ്പള്ളി പറഞ്ഞതേ ഉള്ളൂ, അത് പറയാതെ കാണിക്കുകയാണ് LDF. അല്ല, അവരൊന്നും തീരുമാനിച്ചിട്ടില്ലല്ലോ, അവരൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ബാലകൃഷ്ണ പിള്ള ഇടതുപക്ഷത്തിന്റെ സഹയാത്രികയാണ്. ഒരു സെക്കൻഡ്, എന്തായാലും നമുക്ക് ഒരു ബ്രേക്കിലേക്ക് പോകേണ്ട സമയമായിരിക്കുന്നു. ഇത് ഈ പറഞ്ഞ മേഖലയിലെ ഒരു ഫാക്ടറാണ്. നമ്മൾ തെക്കൻ കേരളത്തിന്റെ യഥാർത്ഥ രാഷ്ട്രീയ ചിത്രം അനാവരണം ചെയ്യാൻ അല്പം കൂടി സമയമെടുക്കും. പ്രഷർ എങ്ങോട്ട് പോരുത്. തെക്കൻ കേരളത്തിൽ നമ്മൾ എത്തിയിരിക്കുന്നു. ഈ ഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം നമ്മൾ വോട്ടർമാരോട് ചോദിച്ചിരുന്നു, CS ചോദിച്ചിരുന്നു. അത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തിയുള്ള ഒരു ചോദ്യമായിരുന്നു. എന്തായിരുന്നു ബിബീഷ് ചോദ്യം? തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് LDFനോടുള്ള ചോദ്യം ബന്ധപ്പെട്ട് LDFനോട് ചോദിച്ച ചോദ്യം ഇതാണ്: ഇക്കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ LDF മുന്നേറ്റം ഉണ്ടാക്കിയെന്ന് ഒരു അഭിപ്രായമുണ്ട്. ആ മുന്നേറ്റം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാക്കാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF ഉണ്ടാക്കിയ നേട്ടം ആവർത്തിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇതായിരുന്നു ചോദ്യം, അല്ലേ? തീർച്ചയായിട്ടും. ഇതിൽ ഇല്ല, നേട്ടം ആവർത്തിക്കില്ല എന്ന് തറപ്പിച്ച് പറയുന്നവർ 23.9%. ആവർത്തിക്കുമെന്ന് പറയുന്നവർ 49.9%. അതിന് കാരണമുണ്ട് സൂര്യനാട്. എന്താ കാരണം? ഇത് വളരെ സ്വാഭാവികം. എന്താ കാരണം വെച്ചാൽ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ വിജയം LDFനാണെന്നറിഞ്ഞപ്പോൾ ഒരു പക്ഷേ ഒരു ബാൻഡ് വാഗൺ എഫക്റ്റ് കൂടി ഡെവലപ്പ് ചെയ്തേക്കാം. അതിനുശേഷമാണ് പിന്നീട് ബാറും സോളാറും കത്തിയത്. അപ്പൊ ഈ രണ്ട് ഫാക്ടറും കൂടി വന്നുകൊണ്ടായിരിക്കാം 49.9. LDF മെച്ചപ്പെട്ടില്ല. അതായത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഡോക്ടർ ഐസക് നിങ്ങൾക്ക് അങ്ങനെ മെച്ചം ഉണ്ടായെന്ന് സമ്മതിക്കാൻ 5.3% പേർ തയ്യാറല്ല. പ്രതികരണമില്ല 20.9. ഈ പ്രതികരണമില്ലായ്മയിൽ കുമാർ സാർ ഉണ്ടാവും ഉറപ്പായിട്ടും, ഇല്ലേ കുമാറെ? അല്ല, ഇതില് ലോക്കൽ ബോഡി ഇലക്ഷന്റെ കാര്യത്തിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. പണ്ടൊരിക്കെ ജില്ലാ കൗൺസിലിലേക്ക് നടന്നൊരു തെരഞ്ഞെടുപ്പ് വലിയ വിജയം അന്ന് LDFനുണ്ടായി. ആ ആവേശത്തിൽ അസംബ്ലി പിരിച്ചുവിടുകയും ഉടനെ തെരഞ്ഞെടുപ്പിലേക്കൊക്കെ പോവുകയും ചെയ്തു. ഇത് ഈ ലോക്കൽ ബോഡി ഇലക്ഷനെ അസംബ്ലി രാജീവ് ഗാന്ധിയുടെ ഇവിടെ ലോക്കൽ ബോഡി ഇലക്ഷൻ എന്താ സംഭവിച്ചത്? ഈ ബാറും എല്ലാം കൂടുതൽ ഞാൻ പറഞ്ഞത് ലോക്കൽ ബോഡി ഇലക്ഷനിൽ ഗുണം കിട്ടി എന്നുള്ളത് കൊണ്ട് അത് ആവർത്തിക്കണം എന്നില്ല എന്നാണ്. കാരണം ലോക്കൽ ബോഡി ഇലക്ഷൻ പ്രാദേശികമായുള്ള സ്വാധീനം, ആ ബന്ധുബലം, അവിടുത്തെ ജാതി ഉപജാതി ഒക്കെ അതിനകത്ത് ഘടകങ്ങളാണ്. അത് അതേപടി അസംബ്ലി പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളിൽ പ്രതിഫലിക്കണമെന്നില്ല. ഞാൻ പറയട്ടെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. 2005 CPM ഭരിക്കുന്ന സമയത്ത് 2005
ലോക്കൽ ബോഡി ഇലക്ഷനിൽ 71% വോട്ട് സീറ്റുകൾ നേടിയത് LDF ആണ്. 30% സീറ്റുകൾ മാത്രമാണ് കോൺഗ്രസ് പാർട്ടിക്കും ഐക്യമുന്നണിക്കും കിട്ടിയത്. 2006 അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ ഫലം എന്തായിരുന്നു? ഇത് ഡോക്ടർ സൂര്യനാണ് കുമാർ പറയുന്നത് വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ്. കാരണം ഒരു തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ എങ്ങനെ വോട്ട് ചെയ്യുന്നു എന്നുള്ളതുപോലെ സ്പ്ലിറ്റ് ടിക്കറ്റിംഗ് എന്ന് പറയുന്നത് ഇപ്പൊ അരുവിക്കരയിൽ തൊട്ട് മുമ്പ് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ നടന്നതല്ല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നടന്നത്. പക്ഷേ ഈ പെർസെപ്ഷൻ ഇങ്ങനെ നിലനിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഈ കാര്യം കൂടി ചൂണ്ടിക്കാട്ടി മുന്നോട്ട് പോകേണ്ടി വരും. ഇപ്പൊ എന്താണ് സംഭവിക്കുന്നത്? അല്ല, അജിത്തെ ഈ ഒരു പെർസെപ്ഷൻ അജിത്തിന്റെ ചിന്ത, അതായത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നാൽ ഈ പറഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ നില മെച്ചപ്പെടുത്താനുള്ള സാധ്യത ഉള്ളതെന്ന് ആവർത്തനമായി ഇപ്പൊ തെരഞ്ഞെടുപ്പ് നടന്നാൽ LDF-ന് വിജയം ലഭിക്കും. കാരണം സുനിശ്ചിതമാണ്. ഒരു സംശയം പറയുന്നുണ്ട്. അല്ല, അജിത്ത് സൂര്യനാടിന്റെ വളരെ അടുത്താണല്ലേ? അടുത്താളാണ്. ഒരു സെക്കൻഡ്, നിങ്ങൾ എന്തിനാണ് ഈ അജിത്തിനെ കൂടി കള്ളം പറയിപ്പിക്കുന്നത്? അദ്ദേഹം പറയട്ടെ. ഒറ്റ കാര്യമേ ഉള്ളൂ. ആ കാര്യം ഇപ്പൊ നമ്മൾ സമ്മതിച്ചാൽ അജിത്ത് പറയും ഞങ്ങൾ ജയിക്കുമെന്ന് പറയും. ഏത് കാര്യമാണ്? ഒരു കാര്യം ഏത് കാര്യമാണ്? അറിയാവുന്ന ഒരു കാര്യം. ഒരു കാര്യമില്ല. ഇന്നലെ എന്നോട് പറഞ്ഞില്ലേ ഇവർക്കിടയിൽ ഒരു ബാട്ടർ നടക്കുന്നത്. ഡോക്ടർ ഐസക് ഒരു പക്ഷേ ഈ പറഞ്ഞ കുമാർ പറഞ്ഞത് 1991 രാജീവ് ഗാന്ധിയുടെ അതാണ്. 91 ഞാൻ പറഞ്ഞത് അന്ന് അവിടെ രാജീവ് ഗാന്ധിയുടെ മരണം, അതിനുണ്ടായ ഒരു വൈകാരിക വിക്ഷോഭം, അതിൽ കണക്കൂട്ടൽ തെറ്റി. പക്ഷെ ഇപ്പോഴെന്താണ്, തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? ഇല്ല. മറിച്ച് ഉണ്ടായിരിക്കുന്ന സംഭവവികാസം UDF-നെ കൂടുതൽ ഒറ്റപ്പെടുത്തുന്നതാണ്. ചുരുനാട് UDF-ന്റെ സ്ഥിതി കുറച്ചും കൂടി ദുർബലമാക്കുന്ന രീതിയിലേക്ക് ആണ് രാഷ്ട്രീയം മാറിയെന്നുള്ള കാര്യം തർക്കമുണ്ടോ? തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ആവർത്തിക്കുമെന്ന് പറഞ്ഞാലും തെറ്റില്ല. 50-50 ഞങ്ങൾ നിൽക്കുന്നുണ്ട്. ചില ജില്ലകളിൽ ചില കുറവുകളുണ്ട്. അത് പരിഹരിക്കാൻ UDF-ന് കഴിഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം. അല്ല, അത് നമ്മൾ പരിശോധിക്കുകയാണ്. അത് ഒരുപക്ഷെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴുള്ള യഥാർത്ഥ സ്ഥിതി അസംബ്ലി തിരിച്ചുള്ള ഞാൻ തരാം. അതായത് ഇപ്പോഴത്തെ അവസ്ഥയിൽ മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകൾ UDF-ന് അഗ്രീഡാണ്, ലഭിക്കും, ഒരു സംശയം വേണ്ട. അതിനകത്ത് നായർ ഈഴവ വോട്ടുകൾ എത്രമാത്രം അങ്ങോട്ട് പോളറൈസ് ചെയ്യാൻ പറ്റുമെന്ന് മാത്രമാണ് ചിന്തിക്കുന്നത്. ഓക്കെ അജിത്തെ, ആ ഫാക്ടേഴ്സ് ഒക്കെ ഈ പഠനത്തിന്റെ പ്രത്യേകത, ആ ഫാക്ടേഴ്സിലൊക്കെ നമ്മൾ പോയിട്ടുണ്ട്. ആ ഫാക്ടേഴ്സ് നമ്മൾ അത് പരിശോധിക്കും. ഇനി ഈ പറഞ്ഞ മാത്രമാണ് വരും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ് അടുത്ത UDF-ന്റെ അല്ലേ? ഓക്കെ, UDF-ന് ഇക്കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനേക്കാൾ മെച്ചപ്പെട്ട വിജയം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന് താങ്കൾ വിശ്വസിക്കുന്നു? രണ്ട് ചോദ്യം, അതായത് ഒരു ബാലൻസ് ചെയ്യാൻ വേണ്ടി രണ്ടാമത്തെ ചോദ്യം വന്നു. UDF തദ്ദേശ തെരഞ്ഞെടുപ്പിനേക്കാൾ നില മെച്ചപ്പെടുത്തുമോ? ഇതാണ് ചോദ്യം. ഇല്ല എന്ന് പറയുന്നവർ 42.3, സത്യമാണ്, ഒരു സംശയം വേണ്ട. മെച്ചപ്പെടുത്തുമെന്ന് പറയുന്നവർ 34.6, പ്രതികരിക്കാത്ത അല്ലെങ്കിൽ മറ്റുള്ളവർ 23. ചൂരനാട് ഒരുപക്ഷെ UDF-ന്റെ മൊറയില് കുറച്ചും കൂടി നഷ്ടപ്പെട്ടിരിക്കണം. കൂടുന്നു. എന്താ കാര്യം? 34 23 കൂടെ ഒരുമിച്ച് ചേർത്താൽ പറ്റും. ചേർക്കേണ്ടി വരും. അല്ല ശൂരനാടെ, ഞാൻ വേണമെങ്കിൽ ചേർത്ത് കയറാം. പക്ഷെ അതനുസരിച്ചിട്ട് ആള് ചേർട്ടെ. അതെ, അവര് സമ്മതിക്കില്ല. അത് UDF-ഉം BJP-യും കൂടെ ചേർന്നാൽ നടക്കുന്ന പറഞ്ഞത്. അതായിരിക്കും ചൂരനാട് ഉദ്ദേശിച്ചത്. 23% BJP ആണോ സമ്മതിച്ചു? അതിനകത്ത് അതുണ്ടല്ലോ. എന്തായാലും ആ 23-ന് കുമാറിന്റെ പാർട്ടി ഉണ്ട്. അതാ പുള്ളി ആഗ്രഹിക്കുന്നത്. കുമാറിന്റെ പാർട്ടി അതിലില്ല. കുമാരൻ മറ്റേതുണ്ട്, ഇല്ല എന്നുള്ളതിൽ. ഓക്കെ, കുമാറിന്റെ പാർട്ടി. ഇനി അടുത്ത് BJP. ബിബീഷ്, BJP തദ്ദേശ തെരഞ്ഞെടുപ്പിലെ നേട്ടം ആവർത്തിക്കുമോ? വ്യക്തമായൊരു ചോദ്യം. ഇക്കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ BJP മുന്നേറ്റം ഉണ്ടാക്കിയതായി പറയുന്നുണ്ട്. ആ മുന്നേറ്റം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും BJP-ക്ക് ആവർത്തിക്കാൻ കഴിയും എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? മുന്നേറ്റം ഉണ്ടായതായി സമ്മതിക്കുന്ന പോലുമില്ല സർവേയിൽ. അങ്ങനെ പറയുന്നുണ്ടെന്നാണ്. അങ്ങനെയല്ല, നമുക്കൊരിക്കലും ഒരു കൃത്യമായ ഒരു ഉത്തരം അല്ലെങ്കിൽ ഒരു പ്രസ്താവന ജനങ്ങളിലേക്ക് വെക്കാൻ സാധിക്കില്ല. UDF-ന്റെ കാര്യത്തിൽ അങ്ങനെ കണ്ടില്ല. അല്ല, ഞങ്ങൾ അത് തന്നെയാണ് വെച്ചത്. എങ്ങനെ? UDF-ന് ഇക്കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനേക്കാൾ മെച്ചപ്പെട്ട വിജയം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? BJP-യുടെ ഇക്കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ BJP മുന്നേറ്റം ഉണ്ടാക്കിയതായി പറയുന്നുണ്ട്.
അല്ല അവിടെ അത് കൃത്യമാണത് നമ്മൾ BJP ഒരിക്കലും അല്ല, പറയുന്നു. അല്ല ഒരു സെക്കൻഡ് അല്ല കുമാർ BJP മുന്നേറ്റം ഉണ്ടാക്കി എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റില്ല അത്. കുമാരെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ട് കിട്ടുമോ? കിട്ടത്തില്ല. സംശയം വേണ്ട. നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമാണ്. അതെ. ഇവരെ പഞ്ചായത്തിനോട് പിന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് BJP അത്ര നന്നായില്ലെന്ന് പറഞ്ഞാൽ അല്ല അതിനേക്കാൾ മെച്ചമുണ്ടാവും പറയാൻ എളുപ്പമാണ്. ഓൾറെഡി ഉദാഹരണം പറഞ്ഞാൽ മെച്ചമുണ്ടായി എന്നൊരു ഇംപ്രഷൻ ഉണ്ട്. ഉണ്ടാക്കിയിട്ടാണ് ആ ചോദ്യം ചോദിച്ചത്. കുമാറിന് അനുകൂലമായ ചോദ്യം അതില് ഇല്ല എന്ന് പറയുന്നവരുടെ സംഖ്യ 31 മാത്രമേ ഉള്ളൂ. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആവർത്തിക്കുമെന്ന് പറയുന്നവർ 28.7 അതായത് BJPക്ക് വോട്ട് ചെയ്യാത്തവർ പോലും പറയുന്നു BJP നില മെച്ചപ്പെടുത്തിയേക്കാമെന്ന്. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. BJPക്ക് നേട്ടമുണ്ടാകില്ല എന്ന് പറയുന്നവർ 9 നേട്ടമുണ്ടായില്ല, അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടായിട്ടില്ല, അത് ലെഫ്റ്റിനും ഉണ്ടായി UDFനും ബാധകമായിരുന്നു. അങ്ങനെ ചിന്തിക്കുന്നവർ 9.1, പ്രതികരണമില്ല മറ്റുള്ളവർ 24.1. പക്ഷെ ഇവിടെ കുമാറിന് അനുകൂലമായിട്ടുള്ള ഒരു സൂചകമാണ് വന്നിരിക്കുന്നത്. അതായത് ഒരുപക്ഷെ BJP വോട്ട് ബാങ്കിനേക്കാൾ കൂടുതലുള്ള ആൾക്കാർ BJPക്ക് സ്ഥിതി മെച്ചപ്പെടുത്താൻ കഴിയുമെന്നുള്ള ഒരു അല്ലേ ഡോക്ടർ ഐസക്? അത് തർക്കമില്ലല്ലോ. അപ്പൊ കുമാറിന് അനുകൂലമായ സാധനം കിട്ടിയപ്പോൾ കുമാർ വേണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായത്. ഞാൻ പറഞ്ഞു ആ ചോദ്യത്തിലുള്ള ഒരു കുസൃതിയെ ചൂണ്ടിക്കാണി. CS സർവേയിലൂടെയുള്ള പ്രയാണമാണ് നടക്കുന്നത്. മലബാർ ഇന്നലെ കഴിഞ്ഞു, മധ്യ കേരളം കഴിഞ്ഞു, തെക്കൻ കേരളത്തിലൂടെയുള്ള ഒരു യാത്രയാണ്. പ്രധാനപ്പെട്ട സൂചകങ്ങൾ, അതുപോലെ തന്നെ വോട്ടർമാർക്ക് മുമ്പിൽ വെച്ച ചോദ്യങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ ഇവിടെ വിലയിരുത്തിയത്. ഇനി 2011 എങ്ങനെയായിരുന്നു തെക്കൻ കേരളം ഒന്നുകൂടി നമുക്ക് നോക്കാം. ആകെ സീറ്റ് 39, LDF 25, UDF 14. ഇതാണ് തെക്കൻ കേരളത്തിൽ 2011 ഉണ്ടായിരുന്ന സംഖ്യ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഖ്യയാണ്. ഇതിൽ എനിക്ക് തോന്നുന്നു LDF മികച്ചൊരു പ്രകടനം കാഴ്ചവെച്ചു. അതിൻ്റെ ഭാഗമെന്ന നിലയ്ക്ക് കൂടിയാണ് ഈ പറഞ്ഞ സംഖ്യ കിട്ടി. ഇനി 5000 വോട്ടിൽ താഴെ വോട്ട് ലഭിച്ച് വിജയിച്ച എത്ര പേരാണ്? ഇത് വളരെ പ്രധാനപ്പെട്ട ഇൻഡിക്കേറ്റർ. എന്ന് വെച്ചാൽ ചെറിയൊരു സ്വിങ് വരുമ്പോൾ സംഭവിക്കുന്നത് 1, 2, 3, 4, 5 മണ്ഡലങ്ങളിൽ ആൾക്കാർ ജയിച്ചത് 5000 വോട്ടിൻ്റെ താഴെയാണ്. അതിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് പാറശാല AT ജോർജ്. പാറശാല AT ജോർജ് തട്ടിപ്പോവല്ലേ ചൂരനാട്? ഒരു സംശയം വേണ്ട. പുള്ളി നിർത്താൻ സാധ്യതയില്ലല്ലോ. അങ്ങനെ പറയാൻ പറ്റുമോ? ഞങ്ങളിപ്പോൾ അതിൻ്റെ പ്രചരണം ഇന്ന് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. നാളെ തൊട്ട് എങ്ങനെയാണ് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കേണ്ടതെന്നൊക്കെ ഉള്ളൂ. നിർത്തുവോ? അതെങ്ങനെ പറയാൻ പറ്റും? KPCക്ക് ഒരു ഘടനയുണ്ടല്ലോ, അത് കഴിയാതെ പറയാൻ പറ്റത്തില്ല. നിർത്തുവോ ആദ്യത്തെ AT ജോർജ്? AT ജോർജ് ഒരു മണിക്കൂറിനകം തൊട്ടിപ്പോ അതായത് നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി കൂടിയാലോചന യോഗം ആരംഭിച്ചിട്ട് 1 മണിക്കൂറിനുള്ളിൽ തട്ടിപ്പോകുന്ന ഒരാള് അദ്ദേഹമാണ്. അല്ല, ഈ AT ജോർജിന് അപ്പൊ സ്പോൺസേഴ്സ് ആരും ഇല്ലേ? AT ജോർജിന്റെ സ്പോൺസേഴ്സ് അത് പോട്ടെ, അത് ഞാൻ പറയുന്നത്. അപ്പം ആ മണ്ഡലത്തിൽ പുതിയൊരു സ്ഥാനാർത്ഥി വരുന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പായി. ഒരു സംശയമില്ല. ഒരിക്കലും പറയാൻ പറ്റത്തില്ല, ഇപ്പോഴേ ഒന്നും പറയാൻ പറ്റില്ല. എന്നാ ഒരു കാര്യം അജിത്ത് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു കഴിഞ്ഞു. എന്തായാലും ആ ഒരു ഒന്ന് തിരിച്ചിടേ പ്ലീസ്. അതായത് ആ മണ്ഡലത്തില് കോൺഗ്രസ് എന്തായാലും ഒരു പുതിയ സ്ഥാനാർത്ഥി വരും എന്നുള്ള ഏറെക്കുറെ ഡോക്ടർ ലാലിന്റെ മണ്ഡലമാണത്. അല്ല, എനിക്ക് പാറശാലയായിട്ടൊരു ബാന്ധവം ഉണ്ടല്ലോ. എനിക്ക് 140 മണ്ഡലങ്ങളുമായിട്ട് ബന്ധമുണ്ട്. ലാലിന് ചില വിദ്യാർത്ഥികളൊക്കെ ആ ഭാഗത്ത് വരുന്നല്ലേ? തീർച്ചയായിട്ടും. അതെ, അവിടെ എന്തായാലും കേരളത്തിലെ മറ്റുള്ള സ്ഥലങ്ങളിൽ നടക്കുന്ന കൃത്യം രാഷ്ട്രീയമായിരിക്കില്ല. ഓക്കെ, അടുത്ത മണ്ഡലം കഴക്കൂട്ടം. കഴക്കൂട്ടത്ത് ഒരു പക്ഷേ വാഹിദ് തുടരാനുള്ള സാധ്യതയാണ്. അല്ലെ ചൂരനാട് തുടരാനുള്ള സാധ്യത? നല്ല MLA ആയിരുന്നു. നല്ല MLA. അപ്പൊ വ്യക്തമായി. അത് ജോർജിനെ കുറിച്ച് അത് പറഞ്ഞു. ജോർജിനെ പറ്റി അങ്ങനെ ചോദിച്ചില്ല. അല്ല, ഞാൻ അദ്ദേഹം തുടരുമോ എന്ന് ചോദിച്ചപ്പോൾ താങ്കൾ പറഞ്ഞത് നല്ല MLA ആണ്. അവിടെ BJPക്ക് താല്പര്യമുള്ളൊരു സീറ്റാണ്. എന്താ കാരണം? BJPയുടെ മുൻ പ്രസിഡന്റ് മുരളീധരൻ മത്സരിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ കുറെ കാലമായിട്ട് അതിനെ കളം ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമാണ് കഴക്കൂട്ടം. വാമനപുരം 2236, അടൂർ ചിറ്റേ ഗോപകുമാർ 607, കായംകുളം CK സദാശിവൻ 1315. ഇത് 5000 താഴെയുള്ള വോട്ടുകൾക്ക് ജയിച്ച ഇത്. ഇനി നമ്മൾ ഒരുപക്ഷെ അജിത്തിന്റെ താല്പര്യപ്രകാരം നമ്മൾ അധികം വൈകിപ്പിക്കുന്നില്ല. സൗത്ത് കേരള എങ്ങനെ ആയിരിക്കും ഇന്ന് വോട്ട് ചെയ്യുകയാണെങ്കിൽ വോട്ട് ചെയ്യാൻ പോകുന്നത്? CS-ന്റെ കണക്ക് പ്രകാരം
ഇതാണ്. LDF 29 മുതൽ 32 വരെ 42.2 വോട്ട്. UDF 7 മുതൽ 9 വരെ. ഒരുപക്ഷെ UDFന്റെ ഏറ്റവും വലിയ തിരിച്ചടി സംഭവിക്കാൻ പോകുന്ന ഒരു മേഖല തെക്കൻ കേരളമാണ്. അജിത്തെ ശരിയാണോ? കറക്റ്റ്. 31 വോട്ടിംഗ് പെർസെന്റേജിൽ വരുന്ന കുത്തനെയുള്ള ഇടിവ് 31.8%. BJP മറ്റ് മേഖലയെ അപേക്ഷിച്ച് BJPയുടെ വോട്ടിംഗ് പെർസെന്റേജ് വർദ്ധിക്കുന്നു 14.8. 0 to 2 2 സീറ്റ് വരെ BJPക്ക് വേണമെങ്കിൽ ഈ മേഖലയിൽ നിന്ന് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് ഇവരുടെ പഠനം തെളിയിക്കുന്നു. ഇനി വേറൊരു കാര്യം കൂടെ അവിടെ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു അതായത് അതേഴ്സ് ഈ 11.2% എന്ന് പറയുന്നതിൽ ഒരു വീതം കൂടി വേണമെങ്കിൽ BJPക്ക് കിട്ടിയേക്കും. 9.5% നോട്ട് റെസ്പോണ്ടഡ് ആണ്. അത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. അങ്ങനെ വരികയാണെങ്കിൽ എങ്ങനെ സംഭവിക്കും? പക്ഷേ ഡോക്ടർ ഐസക്, താങ്കൾ തൃപ്തരാണോ? നല്ല മുന്നേറ്റമാണല്ലോ. നല്ല മുന്നേറ്റമാണ്. എനിക്ക് തോന്നുന്നു തിരുവനന്തപുരം, കൊല്ലം ഈ 2 ജില്ലകൾ പ്ലസ് ആലപ്പുഴ ഈ 2-3 ജില്ലകളാണ് ഒരുപക്ഷെ ഈ ഒരു ഭരണത്തെ മാറ്റിമറിച്ച തിരുവനന്തപുരം, കൊല്ലം ജില്ലകളാണ്. താങ്കൾ നിരാശനാകണ്ട. ഞാൻ ഈ സർവേയുടെ ഫലം ഇപ്പൊ പുറത്തുവിടാൻ കാരണം നിങ്ങൾക്ക് തിരുത്തൽ നടപടി സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത്രയും ഒരു ഡിഫറൻസ് വരാൻ എങ്ങനെ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്? അതിനൊരു കണക്ക് വേണ്ടി. ഈ പറഞ്ഞ കണക്കുകളും സർവേയിൽ പറഞ്ഞ കാര്യങ്ങളും ഒന്നും ആധാരമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. എനിക്ക് 7 മുതൽ 9 വരെ അതിനേക്കാൾ താഴെ പോകുന്നതാണ് എൻ്റെ വിചാരം. എൻ്റെ ചിന്ത UDFന് തിരുവനന്തപുരം, കൊല്ലം ജില്ലയിൽ ഇതിനേക്കാൾ താഴെ പോകും. അത് നിങ്ങളുടെ ഒരു സെക്കൻഡ് ഞാൻ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പ് താങ്കൾ ഉണ്ടായിരുന്നില്ല വേറൊരു ചർച്ചയിൽ പറയുമ്പോൾ എനിക്കൊന്ന് കുമാർ ഉണ്ടായിരുന്നു. അതായത് തിരുവനന്തപുരത്ത് BJP കോർപ്പറേഷൻ 3-ാം സ്ഥാനത്ത് പോയേക്കുമെന്ന് നമ്മൾ പറഞ്ഞപ്പോൾ, അല്ല കോൺഗ്രസ് പോയേക്കെന്ന് പറഞ്ഞപ്പോൾ എന്ത് രീതിയിലുള്ള പ്രതികരണം ഉണ്ടായിരുന്നു? ഞാൻ പറയുന്നത് വെച്ചാൽ ഒരുപക്ഷെ കോൺഗ്രസിന്റെ സംഘടനയിൽ ഗണ്യമായ ചോർച്ച ഈ കാലഘട്ടത്തിൽ സംഭവിച്ചിട്ടുണ്ട്. താങ്കൾക്കറിയാം, താങ്കൾ കൊല്ലത്തിന്റെ ആളാണ്. കൊല്ലത്ത് സംഭവിച്ചത് താങ്കൾക്കറിയാം, അറിയാലോ. താങ്കൾക്ക് തന്നെ അറിയാവുന്ന കാര്യങ്ങളാണ് ഇവിടെ സർവേയിൽ വന്നിരിക്കുന്നത്. പക്ഷെ അതിന്റെ ഒരു ആവർത്തനം ഈ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെയും കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെയും ആവർത്തനം ഈ പ്രാവശ്യം ഉണ്ടാകില്ല. ഞങ്ങളത് കരുതലോടെ കാര്യങ്ങൾ അത് മുഖ്യമന്ത്രിയുടെ ഒരു മുദ്രാവാക്യല്ലേ കരുതൽ. നിങ്ങളുടെ നിരീക്ഷണത്തെക്കാൾ കുറച്ച് സീറ്റ് മാത്രമേ UDFിനോട് കിട്ടുള്ളൂ. 2011 LDFന് 48.1% നിന്നും 42.2 LDFന്റെ വോട്ടിന് കുറവ് വരുന്നുണ്ട്. കുറവുണ്ട്. എന്ന കാരണം ഞാൻ ഈ പറഞ്ഞു വരുന്നത് വെച്ചാല് ഉദാഹരണം പറഞ്ഞാൽ LDFന്റെ വോട്ട് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ മനസ്സിലാക്കാം. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് UDF 44% ഉണ്ടായിരുന്നതിൽ നിന്നും 31.8% ഗണ്യമായ ചോർച്ച. ആ 31ന്റെ കൂടെ ഒരു 3 ചേർത്തോളൂ. എന്നുവെച്ചാൽ അതേഴ്സ് കാറ്റഗറിയിൽ നിന്ന് ഒരു പ്രോറേറ്റ് ആയിട്ട്. പക്ഷെ എങ്കിൽ പോലും 10% ഡിപ്പ് UDFന് സംഭവിക്കുന്നത്. BJPക്ക് പോകുന്നതാണോ? BJPക്ക് പോകും. അതേസമയം BJPക്ക് 2011 5.8% ഉണ്ടായിരുന്ന സ്ഥാനത്ത് നിന്നും 14.8 അതായത് 3 ഇരട്ടിയായിട്ട് BJP ഈ മേഖലയിലുള്ള ശതമാനം വർദ്ധിപ്പിക്കുന്നു. അല്ല, BJPക്ക് കിട്ടണം. കാരണം കിട്ടും, ഒരു കാര്യം സംശയമില്ല. കാരണം കോർപ്പറേഷൻ ഇത്രയും സീറ്റ് കൊടുത്ത് ആരാ വിചാരിച്ചത്? ബുട്ടാസ് വിചാരിച്ചോ? നമ്മൾ വിചാരിച്ചു? കാര്യമില്ല. അതിന് കുമാറിനാണ് കുമാർ, ഞാൻ അതിലേക്ക് വരാം. കുമാറിന്റെ മനസ്സിലുള്ള ആശങ്ക എനിക്കറിയാം, ഞാൻ അതിലേക്ക് വരും. പക്ഷെ 2 വരെ ഇട്ടിട്ടുണ്ട്. ഇനി ഒരുപക്ഷെ ഈ തെക്കൻ കേരളത്തെ കുറിച്ച് നമ്മുടെ പ്രഭാഷ് എന്താ പറയുന്നത് നോക്കാം. ഡോക്ടർ പ്രഭാഷിലേക്ക് പോകാം. 1 മിനിറ്റ്. ഡോക്ടർ പ്രഭാഷ്, വളരെ ഹ്രസ്വമായിട്ട് താങ്കളുടെ ഒരു നിഗമനം പറയും. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ ഏറ്റവും ഈ വോട്ടിംഗ് ട്രെൻഡ് മാറി വരുന്നതനുസരിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടി അധികാരത്തിലിരിക്കുക അല്ലെങ്കിൽ അധികാരത്തിൽ പുറത്ത് പോവുകയോ ചെയ്യുന്ന ഒരു അവസരമുണ്ട്. അപ്പോൾ ബ്രിട്ടാസ്, അപ്പോൾ എനിക്കിത് തോന്നുന്നത് ഇതിനകത്ത് ഈ മാത്രമല്ല നമുക്കറിയാം ഇവിടെ ഈ ഒരുപാട് ആരോപണങ്ങൾ വരികയുണ്ടായി. ഈ ആരോപണങ്ങൾ മാത്രമല്ല, അത് ഈ അധികാരത്തിനോട് അടുത്ത് നിൽക്കുന്ന ഒരു പ്രദേശമാണ് ഈ തെക്കൻ തിരുവിതാംകൂർ എന്ന് പറഞ്ഞാൽ. തിരുവനന്തപുരം തലസ്ഥാന നഗരമാണ്. അപ്പോൾ അധികാര കേന്ദ്രത്തിനോട് കൂടുതൽ അടുത്ത് നിൽക്കുന്ന ഒരു പ്രദേശമാണ് ഈ തെക്കൻ തിരുവിതാംകൂർ. അപ്പോൾ സ്വാഭാവികമായും ഈ ഭരണത്തോടുള്ള ജനങ്ങളുടെ
ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു പ്രതികരണം എന്ന് പറയുന്നത് തെക്കൻ തിരുവിതാംകൂറിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറയുന്നത് ബ്രിട്ടാസ്, ഈ തെക്കൻ തിരുവിതാംകൂറിലെ വോട്ടിംഗ് ബിഹേവിയർ അനുസരിച്ച് സർക്കാരുകൾ മാറുകയും മറിയുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞതിൻ്റെ കാര്യം അതാണ്.